ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും നിറപ്പകിട്ടാർന്ന കാലഘട്ടം ബാല്യം. മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും സ്നേഹവാത്സല്യങ്ങൾ ആവോളം അനുഭവിക്കാൻ ലഭിക്കുന്ന സുവർണ ദിനങ്ങൾ കൂടിയാണ് ബാല്യം സമ്മാനിക്കുന്നത്. പിന്നീട് കൗമാരവും യൗവനവും വാർദ്ധക്യവും നാം അനുഭവിച്ചറിയുമ്പോൾ ഓർക്കാൻ ഇത്തിരി ആ നല്ല ഓർമ്മകൾ മാത്രം ബാക്കി. എന്നാൽ ബാല്യം ചിലർക്ക് കണ്ണീരോർമ്മകളാകാറുണ്ട്. അച്ഛനും അമ്മയും നെഞ്ചോട് ചേർത്ത് താരാട്ടുപാടിയുറക്കാത്ത, സ്നേഹത്തോടെ ഒന്ന് വാരിപ്പുണരാത്ത എത്രയോ നിർഭാഗ്യ ബാല്യങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. വർഷങ്ങൾക്ക് മുൻപ് 8ാം വയസ്സിൽ ജീവിതത്തിലെ ഇരുൾ വീണ വഴിത്താരയിൽ ഒറ്റപ്പെട്ടുപോയ ഉമയെന്ന പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ ഉമാപ്രേമനെന്ന സ്ത്രീയുടെ, അതുമല്ലെങ്കിൽ ഉമാപ്രേമനെന്ന തണൽ മരത്തിന്റെ ജീവിതം പറയുന്നതും ഒരു നിർഭാഗ്യ ബാല്യത്തിന്റെ കഥയാണ്. അതെ, അവർ പൊരുതി നേടിയ കരുത്തുറ്റ ജീവിതത്തിന്റെ കഥ. ഈ യാത്ര ഒരു മലഞ്ചെരുവിലൂടെയാണ്. കണ്ണും കരളും കവരുന്ന കമനീയ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരു സുന്ദര ഗ്രാമത്തിലേക്കാണ്. ഭവാനിപ്പുഴയും ശിർവാണിപ്പുഴയും കുളിര് പകരുന്ന പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന മലയോര ഗ്രാമത്തിലേക്ക്. കേരളത്തെക്കുറിച്ചുള്ള ലോകവാർത്തകളിൽ പലപ്പോഴും നിറം മങ്ങിയ വാർത്തകളായി നിറഞ്ഞിരുന്ന അട്ടപ്പാടിയിലേക്ക്. അട്ടപ്പാടിയുടെ സുന്ദര കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും അപ്പുറം ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. നെഞ്ചിൽ കനലെരിയുന്ന, കണ്ണിൽ നൊമ്പരക്കടൽ പേറിയ ഒരു കൂട്ടം മനുഷ്യജന്മങ്ങളുടെ താങ്ങായി തണൽ വിരിച്ചു നിൽക്കുന്ന ശാന്തിഗ്രാമമെന്ന മഹാസ്ഥാപനമാണ് ലക്ഷ്യം. മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് മാതൃകയായി മാറിയ ഈ ശാന്തിഗ്രാമം ഉമാപ്രേമനെന്ന ഇരട്ടച്ചങ്കുള്ള കരുത്തുറ്റ സ്ത്രീയുടെ ആത്മാവിഷ്കാരമാണ്. കുരുന്ന പ്രായത്തിൽ തന്നെ ഒറ്റപ്പെട്ടുപോയ ഉമാപ്രേമൻ തന്റെ ജീവിതം കൈവെള്ളയിൽ നിന്നും ഒലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞ് അന്തമില്ലാത്ത ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന ശക്തയായ സ്ത്രീയാണ്. കാലം കണ്ണീർ മാത്രം സമ്മാനിച്ച് കടന്നുപോയപ്പോഴും അടിപതറാതെ അവസാന കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറി പിന്നെ തന്റെ മുൻപിൽ കാലിടർന്നവർക്ക് താങ്ങായി നിന്നു. തകർച്ചകളിൽ നിന്നും പൊരുതി നേടിയ ആത്മവിശ്വാസവുമായി അവർ ചെയ്തു കൂട്ടിയത് എണ്ണമില്ലാത്തത്ര സാമൂഹ്യ പ്രവർത്തനങ്ങൾ. ഉമയെന്ന പെൺകുട്ടി പിന്നീട് ഉമാപ്രേമനെന്ന മാതൃകാ സാമൂഹ്യ പ്രവർത്തകയായെങ്കിൽ അതിനു പിന്നിൽ മനുഷ്യസ്നേഹിയായ ഒരച്ഛന്റെ
സ്നേഹോപദേശങ്ങളിൽ നിന്നുള്ള ശക്തിയാർജിച്ചാണ്. എൻ്റെ അച്ഛനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഞാൻ 5 വയസ്സ് തൊട്ടിൽ അച്ഛൻ്റെ കൈ പിടിച്ച് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഗ്രാമങ്ങളിൽ പോയി ഡയബറ്റിക് കൊണ്ട് ഗാംഗ്രീസ് വന്നിട്ടുള്ള ആളുകളുടെ പുഴു അരിച്ച് കിടക്കുന്ന ശരീരത്തിൽ നിന്ന് ആ പുഴുവെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് അവരോടൊപ്പം ചായ കുടിച്ചു പോരുന്ന അച്ഛൻ്റെ ഒരു മകളാണ്. അതെല്ലാം അച്ഛൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു. ഞാൻ അച്ഛനോട് പറയും, അച്ഛനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെക്കുമെന്ന്. അച്ഛനെ വേണ്ടാന്ന് വെക്കുന്നത് അത്രയ്ക്ക് എനിക്ക് അറപ്പായിരുന്നു. അപ്പോൾ ഞാൻ പറയും, എനിക്കിതൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അച്ഛന്ന്. അച്ഛനാണ് എന്നോട് ആദ്യം പറഞ്ഞത്, ഉമ്മയുടെ സ്വന്തം അമ്മമ്മയാണെങ്കിൽ അല്ലെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ ഉമ്മ അത് ചെയ്യില്ല. തീർച്ചയായിട്ടും ചെയ്യും, ഞാൻ അവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉമ്മയുടെ മനസ്സ് വളർന്നിട്ടില്ല, ഉമ്മ മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കാവുന്ന ഒരു രീതിയിൽ വന്നാൽ മാത്രമേ ശരീരവും മനസ്സും ഒക്കെ വളരുന്നു. എനിക്ക് ഉയരില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ വാക്കുകൾ അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കാൻ എനിക്ക് പ്രചോദനമായി. 18-ാം വയസ്സിൽ പ്രേമൻ എന്ന വ്യക്തിയുടെ 4ാം ഭാര്യയാകുമ്പോഴും 26-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ വിധവയാകുമ്പോഴും മനസ്സു പതറാതെ അവശേഷിക്കുന്ന ജീവിതം അഗതികൾക്കും രോഗികൾക്കുമായി മാറ്റിവെച്ചതിന് പിന്നിൽ ഉമാപ്രേമൻ എന്ന മനുഷ്യസ്നേഹിയുടെ ത്യാഗത്തിന്റെയും കണ്ണീരിന്റെയും കഥയുണ്ട്. 97-ലാണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. അദ്ദേഹത്തിന് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് ആയിരുന്നു. ഒരു 6 വർഷം വിവിധ ആശുപത്രിയിലൊക്കെ ചികിത്സിച്ചിട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം തടയാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഒരുപാട് ആശുപത്രികൾ കയറി ഇറങ്ങി. പിന്നീട് 15 ദിവസം കഴിഞ്ഞപ്പോൾ, ഞാൻ തമിഴാണ് പഠിച്ചിട്ടുള്ളത്, അതിലുണ്ട്, ആണ്ടാണ്ട് കാലം അഴുതു പുരണ്ടാലും മാണ്ടാർ വരുവതില്ലേ. നമ്മൾ എത്ര തന്നെ വിഷമിച്ചാലും മരിച്ചുപോയ ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് അത് പറയുന്നത്. ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗമാണ് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഉമാപ്രേമന് നിമിത്തമായത്. ഇനിയുള്ള ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ച് 15-ാമത്തെ ദിവസം ഞാൻ ഡൽഹി, ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, ഒറീസ, അങ്ങനെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് മെഡിക്കൽ ഇൻഫർമേഷൻ, ഇത് കറക്റ്റായ മെഡിക്കൽ ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ കറക്റ്റ് ആവാഞ്ഞെന്നുള്ള എൻ്റെ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത്രയും യാത്ര ചെയ്ത് മെഡിക്കൽ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തിട്ട് 97-ൽ തന്നെ ഓഗസ്റ്റ് 24-നാണ് ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഇന്ത്യയൊട്ടാകെ യാത്ര ചെയ്ത് ദുരിതമനുഭവിക്കുന്നവരെയും മനസ്സ് മരവിച്ചവരെയും കണ്ടെത്തി അവരെക്കുറിച്ച് പഠിച്ച് അവർക്ക് വേണ്ടി രാവിനെ പകലാക്കി ഉമാപ്രേമൻ ഒരു സാന്ത്വന സാമ്രാജ്യം തന്നെ ഒരുക്കി. അത് ശരിക്കും മെഡിക്കൽ ഇൻഫർമേഷൻ കൊടുക്കുക, ഏത് രോഗത്തിന് എവിടെ ചികിത്സ കിട്ടും, എത്ര രൂപ സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടും, ഈ ചിലവ് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നത് ആരാണ്, സബ്സിഡൈസ് ആയിട്ട് ചെയ്തു തരുന്നത് ആരാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾക്ക് പലപ്പോഴും പല ആവശ്യങ്ങൾ, ആശുപത്രിയിൽ പോകാൻ വഴി അറിയില്ല, കൂടെ പോകാൻ ആളുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളുടെ മേഖല വികസിച്ച് കുറേ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അറിവായി തുടങ്ങിയ കാലം മുതൽ ഉമയുടെ മനസ്സിൽ ഒരു ദൈവമേ ഉണ്ടായിരുന്നുള്ളൂ, അഗതികളുടെ അമ്മ മദർ തെരേസ. ആ മഹാവ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടയായ ഉമ മദറിനെ തേടിയിറങ്ങി. പിന്നെ കാലങ്ങളോളം അവർക്കൊപ്പം അഗതികൾക്ക് താങ്ങും തണലുമായി. ഞാൻ മദർ തെരേസയ്ക്ക് കത്തെഴുതും, എനിക്ക് മദറിൻ്റെ കൂടെ വരണം, എനിക്ക് അവിടെ നിന്ന് സർവീസ് ചെയ്യണം, അങ്ങനെ ആഗ്രഹം. ഒരു റിപ്ലൈയും കിട്ടാറില്ല. +2-ലാണ് എനിക്ക് ആദ്യമായിട്ടൊരു റിപ്ലൈ കണ്ടു. സേവനം ചെയ്യാൻ ഇത്ര ദൂരം വരണ്ട, എൻ്റെ കൺപോളകൾക്കും പിരികങ്ങൾക്കും ഇടയിലുള്ള സ്ഥലത്ത് പോലും പാവപ്പെട്ടവരുണ്ട്, നീ അവരെ സേവിക്കുക, അവരോടൊപ്പം ജീവിക്കുക, അതാണ് യഥാർത്ഥം. അതൊന്നും പറ്റില്ല മദർ, ഞാനിവിടെ എൻ്റെ അച്ഛൻ്റെ കൂടെ അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ മദറിനെ കാണുകയും മദറിൻ്റെ കൂടെ ചെയ്താൽ മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. വീണ്ടും കത്ത്. അപ്പോൾ ഈ കത്തുകളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നിർമ്മല സിസ്റ്ററാണെന്ന് ആ കത്തെല്ലാം പൊട്ടിച്ച് വായിക്കുക. നിർമ്മല സിസ്റ്റർ പറഞ്ഞു, ഇവള് 4 കൊല്ലമായിട്ട് എഴുത്താണ്, അപ്പോൾ ഒന്ന് വരാൻ പറയാം. ഞാനങ്ങനെ എൻ്റെ അച്ഛനോട് മദറിൻ്റെ അവിടെ നിന്നൊരു കത്ത് വന്നു, അതും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനത് കണ്ടപ്പോൾ പറഞ്ഞു, അതുവരെ അച്ഛനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. മദറിന് കത്തെഴുതും, ഞാൻ MGRനും കത്തെഴുതും, ഞാൻ MGRൻ്റെ ഫാനാണ്, കുറേ കത്ത് MGRനും എഴുതും, അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൂ. പക്ഷേ മദറിൻ്റെ കത്ത് കിട്ടിയ പക്ഷേ അച്ഛൻ്റെ കൂടെ വന്നു. 3 മാസം ഞാൻ മദറിൻ്റെ കൂടെ നിന്നു. 3 മാസത്തിൽ കാണാൻ തന്നെ ഞാൻ എൻ്റെ ഈ 3 മാസത്തിൽ ഏകദേശം ഞാൻ ഒരു 10 ദിവസം മദറിനെ കാണാൻ മാത്രമായിട്ട് കണ്ട് മതിയാവാത്ത
ഒരു സെൽഫി എടുക്കാൻ പറ്റാത്ത കാലമല്ലോ. അപ്പോൾ മാതറിനെ എത്ര കണ്ടാലും മതി വരാത്ത ഒരവസ്ഥയിലായിരുന്നു. അതിനുശേഷം പിന്നെ സേവനത്തിന് വിട്ടത് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എല്ലാം ഞാൻ ഉപയോഗിച്ചു. ഭാഷയും ഭക്ഷണവും ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ മദർ പറഞ്ഞു, ഇനി നീ തിരിച്ച് എൻ്റെ സ്ഥലത്ത് പോകുക. 2014 ഒരു അവാർഡ് കിട്ടിയ സമയത്ത് നമ്മുടെ സുരേഷ് ഗോപി ആക്ടറാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, അട്ടപ്പാടിയിലൊന്ന് പോകൂ. അവിടെ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളിനി അട്ടപ്പാടി പോകണം, അവിടെ ഇതുപോലെ നമ്മുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അട്ടപ്പാടിയിലേക്ക് ആദ്യമായി എത്തുന്നത്. പിന്നീട് അട്ടപ്പാടിയും ഇവിടുത്തെ ജനങ്ങളും ഉമാപ്രേമന്റെ ആത്മാവിന്റെ ഭാഗമായി. ആയിരത്തി 1999 തന്റെ വൃക്ക ദാനം നൽകി സ്ത്രീകൾക്ക് തന്നെ മാതൃകയായി ഉമാപ്രേമൻ. ഇന്നും തന്റെ വൃക്ക പേരുന്ന സലീൽ എന്ന വ്യക്തിയെ തന്റെ സഹോദരനായി കൂടെ കൂട്ടി. ഞാൻ കോവൈ മെഡിക്കൽ എന്ന് പറയുന്ന കോയമ്പത്തൂരുള്ള ഒരു ആശുപത്രിയിൽ പോയി. വേറൊരു പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറായിട്ട് കൂടെ പോയതാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു 24 വയസ്സാണ് ആ പയ്യന്, പക്ഷേ അവനെ കണ്ടാൽ ഒരു 10-18 വയസ്സേ തോന്നുള്ളൂ. അങ്ങനെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. ഞാൻ തമിഴ്നാട്ടിലാണല്ലോ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവനെ കണ്ടപ്പോൾ തമിഴ് ആണ് എന്ന് വിചാരിച്ച് എന്താണ് എന്നപ്പാന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എനിക്ക് കിഡ്നി ഫെയിലിയറാണ്, ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ട്രാൻസ്പ്ലാന്റ് സമയമായിരുന്നു, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വൃക്ക തരാനായിട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഡയാലിസിസ് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ളത് ട്രാൻസ്പ്ലാന്റേഷനാണ്. കിഡ്നി തരാൻ ആരും ഇല്ല, അതാണ് അതിൻ്റെ സത്യം. എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, ഉള്ളവനില്ലാത്തവന് കൊടുക്കുക, 2 എണ്ണം ഉണ്ടെങ്കിൽ 1 കൊടുക്കുക എന്നൊക്കെ കേട്ട് വളർന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ സലിയോട് പറഞ്ഞു എൻ്റെ ഒരു കിഡ്നി തരാമെന്ന്. അവനത് വിശ്വാസമായില്ല. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പരിചയപ്പെട്ട ഒരു സ്ത്രീ കിഡ്നി തരാമെന്ന് പറയുമ്പോഴും പിന്നെ ആ കാലവും പിന്നെ എനിക്ക് 27 വയസ്സേ ഉള്ളൂ. പക്ഷേ ഡോക്ടറോട് ചെന്നിട്ട് ഞാനിത് പറഞ്ഞു. ഡോക്ടർ അവനോട് പറഞ്ഞു, അവരൊരു സോഷ്യൽ വർക്കറാണ്, ഇങ്ങനെയൊക്കെയാണ്, കിഡ്നി കൊടുത്താൽ എന്ത് കിട്ടുമെന്ന് എന്നോട് ചോദിച്ചു. വിഡോ ആണ്, ഒരു മകനുണ്ട്, അപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട്. ഞാൻ പറഞ്ഞു കിഡ്നി കൊടുത്താൽ എനിക്കൊരു സഹോദരനെ കിട്ടുന്നു. ആ സഹോദരനെ ആ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് എനിക്ക് കിട്ടി. ഇപ്പോൾ 20 വർഷമായി എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ 20 വർഷമായിട്ട് സഹോദരൻ അല്ലെങ്കിൽ മകൻ ഇതിലേത് വേണമെങ്കിൽ കാണാം, അങ്ങനെ എൻ്റെ കൂടെ തന്നെ 20 വർഷമായിട്ടുണ്ട്. പിന്നീട് വിദഗ്ധ ചികിത്സ ലഭിക്കാതെയും രോഗിയായപ്പോൾ കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരെയുമൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞ് പ്രത്യേക ചികിത്സ നൽകി ശുശ്രൂഷിച്ചു. രണ്ടായിരത്തി ഡയാലിസിസൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫണ്ടില്ലാതായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ദുബായിൽ പോയാൽ ഫണ്ട് കിട്ടും. അങ്ങനൊരു വിസിറ്റിംഗ് വിസ എടുത്ത് 50,000 രൂപ കൊടുത്ത് ഞാൻ ദുബായിൽ പോയി ഇറങ്ങുകയാണ്. ദുബായിൽ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ അന്ന് അവിടുത്തെ കൗൺസിൽ ജനറലായിരുന്ന ഡോക്ടർ ജോസഫ് എന്നെ മീഡിയസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടുന്ന് പിന്നീട് എല്ലാവരും എന്നെ അറിയാൻ തുടങ്ങി. പ്രവാസികളുടെ പല പ്രശ്നങ്ങളും ഞാൻ നേരിട്ട് കാണാറുണ്ട്. സാധാരണക്കാരനായി ജോലി ചെയ്യുന്ന ആളുകൾ അസുഖം വന്ന് അവിടെ കിടപ്പിലാവുക, അവരെ നാട്ടിലേക്ക് കൊണ്ടുവരിക, മരിച്ചിട്ട് കൊണ്ടുവരിക, അങ്ങനെ പല പ്രശ്നങ്ങളും. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആദ്യം ചെല്ലുന്ന പേഷ്യൻറ്റിനെ കാണിച്ചെന്ന് പറയുകയാണ്, ഈ പേഷ്യൻറ്റ് കോമയായിട്ട് 2.5 വർഷമായിട്ട് ഇവിടെ കിടക്കുന്നു, വീട്ടുകാർ കൊണ്ടുപോകുന്നില്ല, ഇതിന് വേണ്ട പേപ്പേഴ്സൊന്നും ആയിട്ടില്ല, മേഡത്തിന് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എങ്ങനെ കൊണ്ടുപോകാനാ, അതിനു വേണ്ടി എംബസി സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു 4-5 പേഷ്യൻസിനെ കണ്ടപ്പോഴാണ് അവരുടെയൊക്കെ സിറ്റുവേഷൻ മനസ്സിലാവുന്നത്. ആർക്കും വീട്ടുകാരില്ലാത്തവരല്ല, വീട്ടുകാർ സാധാരണക്കാരായ ഉത്തർപ്രദേശുകാർ, ബീഹാറുകാർ, മധ്യപ്രദേശിലുള്ളവർ, അല്ലെങ്കിൽ പഞ്ചാബിലുള്ളവർ, തിരുവനന്തപുരത്തുള്ളവർ, ഇവരുടെയൊക്കെ അവസ്ഥ എന്താ വെച്ചാൽ ഈ പേഷ്യൻറ്റിനെ അവിടുന്ന് കൊണ്ടുവരണം വെച്ചാൽ ആശുപത്രി ബില്ല് 70 ലക്ഷം തൊട്ട് 1 കോടി വരെ പെൻഡിങ് ഉണ്ട്, അത് കെട്ടണം വീട്ടുകാരും എന്ന്. പിന്നെ കമ്പനീസ് എല്ലാം ഇതിനൊന്നും തയ്യാറല്ല. മലയാളി കമ്പനികളൊന്നും അല്ലല്ലോ, പലരും പല കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഏറ്റെടുത്ത് കൊണ്ടുവരാൻ ആളുകളില്ല എന്നുള്ളത് വലിയൊരു ദുരിതമായിരുന്നു. അതിന് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്തു വെച്ചാൽ എംബസി പോയി, ഡൽഹി പോയിട്ട് പ്രശസ്തമാജിയുടെ സെക്രട്ടറിനെ കണ്ടു, അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പുതിയ എംബസിയിൽ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് കൗൺസിൽ ജനറലും അവരുടെ സപ്പോർട്ടോടു കൂടി നിസാർ, ഇതിന് വേണ്ട പേപ്പർ, നിസാർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവനാണ് പട്ടാമ്പിക്കാർ, ആ കുട്ടിയാണ് എംബസിയിൽ നിന്ന് ഈ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി നമ്മുടെ എയർ ഇന്ത്യ ആണ് ടിക്കറ്റ് തരാം ഫ്രീ ആയിട്ട്. അപ്പോൾ എയർ ഇന്ത്യനെ അന്വേഷിച്ച് ഞങ്ങളങ്ങനെ ആദ്യത്തെ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു.
രാജേന്ദ്രൻ, നിങ്ങൾക്കിവിടെ കാണാം, രാജേന്ദ്രന് ഇപ്പോൾ 37 വയസ്സായി, ബിഫോം പഠിച്ചു. ബിഫോമിൽ 2 പേപ്പറൊറ്റ പോയിട്ടുണ്ട്, ആ കുട്ടി എഴുതിയില്ല. പിന്നെ എപ്പോഴോ അവൻ്റെ സമനില തെറ്റിയിട്ട് ഇങ്ങനെ അലഞ്ഞ് നടക്കുകയും എവിടെയെങ്കിലും ആക്കിയ ഒരു ഭാഗത്ത് നിൽക്കാതെ അങ്ങനത്തെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു. മധുവിൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകനാണ്, അതേ ഊര് തന്നെയാണ്. മധു മാനസികമായി കുറച്ച് തളർച്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് അധികം വരാറില്ലായിരുന്നു, പുറത്ത് കാട്ടിലാണ് താമസം. അങ്ങനെയാണ് ആ പ്രശ്നത്തിനുള്ള പ്രശ്നം ഉണ്ടാകാനിടയായത്. അപ്പോൾ മധു മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. അതുവരെ ഞാൻ കാണുമ്പോൾ ഒന്നും ഇങ്ങനെ കാണും, ചിരിക്കും, അവന് അത്രയേ ഉള്ളൂ. പക്ഷേ ഉടനെ ഞാൻ ആ കുട്ടിയെ എടുത്തിട്ട് വടക്കഞ്ചേരിയിൽ ഒരു ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് 18,000 രൂപ എല്ലാ മാസവും കൊടുത്ത് ഒരു 6 മാസം അവിടെ ട്രീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവൻ എല്ലാം ഒരുവിധം നോർമലായപ്പോൾ ശാന്തിഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടുത്തെ PRO ആയിട്ട് ഇവിടെ നിയമിച്ചു. മറ്റു പേഷ്യൻസിനെ വാച്ച് ചെയ്യാനും ഈ വാട്ടർ പ്രോജക്റ്റും മറ്റ് ശാന്തി ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും ഒരാളായി ഞങ്ങളോടൊപ്പം നിർത്തിയിട്ടുണ്ട്. മരണത്തെ ആത്മവിശ്വാസം കൊണ്ട് നേരിടാൻ കഴിയുമെന്ന് ഉമാപ്രേമൻ തന്നെ ആശ്രയിച്ചെത്തുന്നവർക്ക് പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കൊടുത്തു. എൻ്റെ പേര് അഭിലാഷാണ്. എൻ്റെ സ്ഥലം ചിറ്റൂരാണ്. തൊഴിലിന് പോയിട്ടാണ് ഞാൻ മരത്തുമേന്ന് വീണിട്ടാണ് എൻ്റെ അരയ്ക്ക് താഴെ ചലനശേഷി ഇല്ലാണ്ടായത്. കോടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ, പ്രഭുസാർ എന്ന് പറയുന്ന ഡോക്ടർ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തതാണ്. അങ്ങനെ ഇവിടെ പോകുന്നതാണ്. എനിക്ക് ഡിസ്ക് കംപ്ലൈൻ്റായിട്ട് അങ്ങനെ ഈ കാലിന് തളർച്ചയൊക്കെ വന്ന് അങ്ങനെ ഇതായതാണ്. അങ്ങനെ ഞാൻ ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി ലാസ്റ്റ് ഇവിടെ അറിഞ്ഞത് ഫിസിയോതെറാപ്പിയിലൂടെ മാറുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് വരിക ചെയ്തത്. തന്നെ നടക്കാൻ പറ്റാത്ത പേഷ്യൻ്റ് ഇവിടെ വരാറുണ്ട്. പിന്നെ ഒരു വീൽ ചെയറിൽ നടന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതും ഇരിക്കുന്നതും ഓക്കരെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഒരു നല്ല ക്ലിയറായി വീട്ടിൽ പോകുമ്പോഴും ഇപ്പോൾ അപ്രോക്സിമേറ്റ് ബൈജു തന്നെ വരുമ്പോൾ ട്രെക്യോസ്റ്റമി ഇരുന്നു. ഇപ്പോൾ ട്രെക്യോസ്റ്റമി എടുത്ത് നമ്മൾ പറയുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവൻ വീൽ ചെയറിൽ ഇരിക്കുന്നു, ബാത്റൂമിൽ കൊണ്ട് കുളിപ്പിക്കുന്നു. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. മാനസിക വൈകല്യമുള്ള കുട്ടികളെയും സ്ത്രീകളെയും മോട്ടിവേഷനിലൂടെയും കൗൺസിലിംഗിലൂടെയും ഒക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വിദേശത്തെ രോഗാവസ്ഥയിൽ ഒറ്റപ്പെട്ടുപോയ നിരവധി പേരെ അട്ടപ്പാടിയിലെത്തിച്ച് പുതിയ ജീവിതം നൽകുന്നുമുണ്ട് ഉമാപ്രേമൻ. പ്രദീപ് എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റിനെയാണ് ഞാൻ ആദ്യം കൊണ്ടുവന്നത്. ബീഹാറിൽ നിന്ന് അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഇവിടെ വരുത്തി ആ കുട്ടിയെ നോക്കി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഡെത്തായി. പക്ഷെ അതിനുശേഷം ഇതുപോലെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഇവരെല്ലാവരെയും ഞാൻ കൊണ്ടുവന്നു. പിന്നെ അവിടെ തന്നെ ഒരു ലേഡി പൂനെയിൽ നിന്ന് പോയതാണ്. 40 വർഷം മുന്നേ അവിടെ പോയിട്ട് അവിടെ നിന്നൊരു പാകിസ്ഥാനീനെ വിവാഹം കഴിച്ച് അതിൽ 3 മക്കളാണ്. ഒരു കുട്ടി മെൻ്റൽ പ്രോബ്ലം ഉള്ളതാണ്. ബാക്കി 2 പേരും പാകിസ്ഥാൻ പാസ്പോർട്ട് എടുത്തു. ഈ സ്ത്രീയും ഈ അസുഖമുള്ള മകനും ഇന്ത്യൻ പാസ്പോർട്ടായിരുന്നു. അവർക്ക് ആരുമില്ല, അവരെ ഹസ്ബൻഡ് മരിച്ചുപോയി, വേറെ ആരുമില്ലാതെ ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ ഒരുപാട് വർഷമായിട്ട് കഷ്ടപ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവരും ഇവിടെയുണ്ട്. ഇവരെല്ലാം ലൈഫ് ലോങ് നമ്മൾ ഏറ്റെടുത്ത് നോക്കേണ്ട ആൾക്കാരാണ്. ബന്ധുക്കൾക്ക് വരാനോ കൊണ്ടുപോകാനോ പറ്റാത്ത അവസ്ഥയിൽ, കോമയിലും അല്ലെങ്കിൽ തന്നെ ഇനി ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എനിക്കൊരുപാട് സഹായം ചെയ്തിട്ടുള്ള പ്രവാസികൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ എന്നെക്കൊണ്ട് തിരിച്ച് സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തതാണ്. ഇത് വേൾഡിൽ ഇതുവരെ വേൾഡിൽ ഏത് കൺട്രിയും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അത്രമാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. വിദേശത്തും സ്വദേശത്തുമുള്ള അനേകം നന്മമരങ്ങളുടെ തണലാണ് പല സാഹചര്യങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ താങ്ങാവുന്നതെന്നും ഉമാപ്രേമൻ ഓർമ്മിപ്പിച്ചു. എന്നാൽ കേരളത്തെ പിഴുതെറിഞ്ഞ പ്രളയം ശാന്തിഗ്രാമത്തിലെയും സഹായപ്രവാഹത്തിന് അല്പം തടസ്സമായെന്നത് ദുഃഖകരം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇവിടെ ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ അട്ടപ്പാടിയിൽ 22 പേഷ്യൻ്റാണ് ഉണ്ടായിരുന്നത്. തീരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് 56 ലക്ഷം രൂപയോളം ബാധ്യതകളായി ഞങ്ങൾക്കിപ്പോൾ. അതുകൊണ്ട് നമ്മൾ പേഷ്യൻസിനെ കുറച്ച് നടക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം വീട്ടിലേക്ക് വിട്ടിട്ട് ഒരു 11 പേഷ്യൻറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഫണ്ട് എന്ന് പറയുന്നത് യാതൊന്നും വരാത്ത ഒരവസ്ഥയിലായി. ഇത്രയും പേഷ്യൻസിന് 3 നേരം ഭക്ഷണം കൊടുത്ത് ഇവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക,
ചികിത്സ കൊടുക്കുക, അതിനുവേണ്ടി സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡയാലിസിസ് പ്രൊജക്റ്റുകൾ എല്ലാം കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡിന് ശേഷം ഫിനാൻഷ്യലി വളരെയധികം ക്രൈസിസാണ്. അവരുടെ കയ്യിലില്ല. കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ എല്ലാ പ്രവാസികളും അകമഴിഞ്ഞുള്ളത് മുഴുവൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഒരു കൊല്ലം കഴിയട്ടെ, ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ആവുമ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ഈ രോഗികളെ മാറ്റാൻ ഇവിടുന്ന് ഞങ്ങൾ മാറ്റേണ്ടത് ഏപ്രിലായിരുന്നു. അതിങ്ങനെ നീട്ടി ഇവർക്കൊരു ഷെഡ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒരു 50 ലക്ഷം രൂപ ചിലവാക്കി ഇവരെ മാറ്റി, ഇത് വാടക കെട്ടിടമാണ് ഇവർ കിടക്കുന്നത്. ഇതൊന്ന് സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറ്റാൻ ഒരു ഷെഡെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത അത്രയും സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട്. അത് ഈ ഫ്ലഡിന് ശേഷം പറ്റിയിട്ടുള്ളതാണ്. മാത്രമല്ല പ്രവാസികൾക്ക് അവിടെ വരുന്ന ടാക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാമൂഹ്യ പ്രവർത്തനം അത്രമാത്രം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഞാൻ അവിടെ എപ്പോഴും പോകുന്നതുകൊണ്ട് എനിക്കതിന് നന്നായിട്ട് അറിയാൻ കഴിയും. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടിയും ഉമാപ്രേമൻ സജീവമായി രംഗത്തുണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അട്ടപ്പാടിയിലുള്ള ഒരു 12 കുട്ടികളെ MBBSൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ട്, മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട് PC തോമസൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം ഒരു 15 ദിവസത്തെ ഇവരുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ബേസിക് എഡ്യൂക്കേഷൻ വേണ്ടത്ര ഇല്ല, അതുകൊണ്ട് മടക്കി വിട്ടു. പിന്നെ ഞാനൊരു 5 കുട്ടികളെ എടുത്തിട്ട്, ട്രൈബ് കുട്ടികൾ തന്നെ എടുത്തിട്ട് നമ്മുടെ ക്രിസ്റ്റി ഫെർണാണ്ടസ് സാറിൻ്റെ അടുത്ത് IAS അക്കാദമിയിൽ കൊണ്ടുപോയി. അദ്ദേഹം ഒരു കൊല്ലം കഴിഞ്ഞ്, അത് 1 ലക്ഷം രൂപയാണ് ഒരു കുട്ടിക്ക്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു ഭക്ഷണവും താമസവും അദ്ദേഹത്തിൻ്റെ ഫീസും അടക്കം ഇത്രയും വരുന്നുണ്ട്. ട്രൈബൽ കുട്ടികൾക്ക് അദ്ദേഹം ഫ്രീ തന്നു. അങ്ങനെ അവിടെയും കൊണ്ടുപോയി ആക്കി. അതും ഫെയിലിയറാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ PSC എഴുതി എന്തെങ്കിലും ജോലിക്ക് പോട്ടെ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ട്യൂഷൻ സെൻറ്റർ തുടങ്ങി, ഫ്രീ ട്യൂഷനൊക്കെ കൊടുത്തു നോക്കി. എന്തായാലും കുട്ടികൾക്ക് ഇവിടുത്തെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ മാർക്ക് വളരെ കുറവാണ്. 36 സ്കൂളുകളുണ്ട്. നമ്മൾ എല്ലാ കുട്ടികളുടെയും ഹീമോഗ്ലോബിനൊക്കെ പരിശോധിച്ച്, സിക്കിൾ സെൽ അനീമിയ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. നാപ്കിൻ ഉണ്ടാക്കി എത്തിച്ചു കൊടുത്തു. എല്ലാ സ്കൂളിലും ടോയ്ലറ്റും ഡ്രിങ്കിങ് വാട്ടറും ഉണ്ടായി. CSRൻ്റെ ഭാഗമായിട്ട് നമ്മൾ V-സ്റ്റാറിൻ്റെ ഒക്കെ സപ്പോർട്ടോടു കൂടി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം തുടക്കത്തിൽ തന്നെ ട്രൈബൽ കുട്ടികൾക്ക് മാത്രമായിട്ട് കിട്ടുകയാണെങ്കിൽ നന്നായി വരും. അങ്ങനെ ഒരു 4-5 പേരെ നമ്മൾ കണ്ട് ഈ ആശയം പറയുകയും അതിൽ പലരും ഇത് മുന്നോട്ട് വരികയും, എന്നാൽ എനിക്ക് പ്രശാന്ത് പ്രമോദ് എന്ന് പറയുന്ന UAE എക്സ്ചേഞ്ചിൽ CEO ആയി വർക്ക് ചെയ്യുന്ന, പിന്നെ NMCയിലും CEO ആയി വർക്ക് ചെയ്യുന്ന ആ 2 ബ്രദേഴ്സാണ് മങ്ങാട്ട് എന്ന്, അവരാണ് വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ സ്കൂളിൻ്റെ കാര്യത്തിൽ കൂടെ നിൽക്കാമെന്ന്. 90% അവർ ചെയ്തു തന്നു. അട്ടപ്പാടിയിലെ ആദിവാസി ജനതയുടെ ആരാധ്യമൂർത്തിയായ മല്ലീശ്വരമുടി എന്ന ചൈതന്യമാർന്ന മലയ്ക്ക് അഭിമുഖമായി ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതിയായിരുന്ന അതുല്യ പ്രതിഭ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം ഒരു വിദ്യാലയവും ഒരുക്കി ഉമാപ്രേമൻ. ശാന്തിക്ക് ഞാൻ 19 സ്ഥലത്ത് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. തൃശ്ശൂരാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പം ഞങ്ങൾ ഈ അട്ടപ്പാടിയിൽ തന്നെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. വാട്ടർ ബോൺ ഡിസീസ് കൊണ്ട് ഏതു നേരം ഇവിടെ ഹോസ്പിറ്റലിൽ പനിയും മറ്റുള്ള വയറിളക്കമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അഡ്മിറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒഴുകുന്ന നദി ഏഷ്യയിലെ നമ്പർ 2 ആണ്. മിനറൽ റിച്ച് ആണ്, ശുദ്ധമായ കുടിവെള്ളമാണ്. പക്ഷേ അഗളി പ്രദേശത്തേക്ക് അത് എത്തുമ്പോഴേക്കും ഒരുപാട് പൊല്യൂട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ജനവാസം തുടങ്ങിയതിന് ശേഷം ഒഴുകുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഈ നദി വളരെയധികം പൊല്യൂട്ടാവുന്നുണ്ട്. ഇതിൽ നിന്ന് എടുക്കുന്ന വെള്ളം ആണ് ഇവിടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇവിടുത്തെ പുഴകളിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റായിട്ട് അടിച്ചിട്ടാണ് കുടിവെള്ളമായിട്ട് കൊടുക്കുന്നത്. അത് ഫിൽട്രേഷനുള്ള ഒരു സംവിധാനമൊന്നും കണ്ടില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മളിതിനെക്കുറിച്ചൊരു സ്റ്റഡി ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവരിവിടെ ഒരു നല്ല RO പ്ലാന്റ് വെച്ചിട്ട്, പിന്നെ RO പ്ലാന്റിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ടാങ്കുകളിലൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് വാട്ടർ ATM ഉണ്ടാക്കുക. 20 ലിറ്റർ ഒരു ദിവസം കുടിവെള്ളമായിട്ട് കിട്ടാവുന്ന രീതിയിൽ ട്രൈബൽസിന് 1 ലിറ്റർ 25 പൈസയ്ക്കും, അത് പഞ്ചായത്ത് തരുമായിരിക്കാം, മറ്റുള്ളവർക്ക് 50 പൈസയ്ക്കും 1 ലിറ്റർ വെള്ളം, അങ്ങനെ 20 ലിറ്റർ വെള്ളം ഡെയിലി കൊടുക്കാവുന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 20 പൈസ 50 പൈസയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റാണ്. വണ്ടിക്ക് ഡ്രൈവറെ വെക്കണം, പെട്രോൾ അടിക്കണം, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കെട്ടണം, ഈ RO പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി മാത്രമുള്ള ബേസിക്
നോൺ ഫണ്ട് അതൊന്നുമില്ലാതെ അതിൽ നിന്ന് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ലാഭം കിട്ടാത്ത രീതിയിൽ ചെയ്യാൻ ഉള്ളൊരു പ്രൊജക്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ കുറേ പ്രൊജക്റ്റുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്, വീടുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം പിന്നെ ടോയ്ലറ്റ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി MIL പോലെയുള്ള കമ്പനീസിൻ്റെ CSR കൊണ്ട് കോളേജുകളിലും എല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അട്ടപ്പാടിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും നമ്മൾ പോർട്ടബിൾ എക്സ്റേ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് മാസം 1 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നമ്മൾ പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പ്രോജക്റ്റ് ഉണ്ട്. ഒരു ഓഫീസ് എന്ന് പറയുന്നതിലൊന്നുമില്ല. ഞങ്ങൾ സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതം വഴിമുട്ടിയ നിരവധി പേരുടെ അമ്മയായി, അല്ലെങ്കിൽ പ്രത്യക്ഷ ദൈവമായി മാറിയ ഉമാ പ്രേമൻ ഒരു നല്ല അമ്മയാണ്. എൻ്റെ മകന് തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അമ്മയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അച്ഛനും ഇല്ല, പിന്നെ അമ്മ ഇങ്ങനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. തുടക്കം തൊട്ട് ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ മാത്രം അമ്മയല്ല, ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് നീ ഹോസ്റ്റലിൽ നിൽക്കണമെന്ന്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഹോസ്റ്റലിലാണ് നിന്നത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. എനിക്ക് മകനിലുപരി എനിക്ക് ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഈ മീറ്റു ഒന്നും പറയാനില്ല. ഞാനെല്ലാം അവനോട് അപ്പം തന്നെ പറയും. അവനെ വെച്ച് ഞാൻ ഡീൽ ചെയ്യും. എന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ആവശ്യമില്ലാതെ ഒരു ഫോൺ കോൾ വന്നാൽ പോലും എനിക്ക് എൻ്റെ മകനോട് പറയാം, മോനെ ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന്. അപ്പോൾ അവൻ പറയാം ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങനെ എല്ലാം പറയുന്ന ഒരു മകനെ എനിക്ക് കിട്ടി. അവൻ്റെ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതിനൊരു കാരണം കൂടിയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു അമ്മയില്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മകനത് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ അവൻ എന്താ പഠിക്കേണ്ടതെന്ന് ആഗ്രഹിച്ചു വെച്ചാൽ അതെന്നെ പഠിച്ചോട്ടെ. അവൻ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കേണ്ടത്, ബാധ്യതകളൊന്നുമില്ലാതെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു, എന്നാൽ അങ്ങനെ ജീവിച്ചോട്ടെ. അങ്ങനെയാണ്. ഇപ്പോൾ 27 വയസ്സായി. സോ ഞാനൊരു നല്ല അമ്മയാണെന്ന് അവൻ തന്നെ പറയും. അത് എനിക്ക് പറഞ്ഞ് ആരോടും പറയേണ്ട ഒരു ചോദിച്ചുകൊണ്ട് പറയാണ്. പക്ഷേ തീർച്ചയായിട്ടും എനിക്കൊരു നല്ല മകനെ കിട്ടി. മകൻ്റെ പേര് ശരത് സാഗർ എന്നാണ്. അവൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ഡയറക്ടർ രാജേഷിൻ്റെ അടുത്ത് ചെന്നൈയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഇപ്പോൾ പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിൽ തന്നെയാണ് ഉള്ളത്. 42 വയസ്സുകാരനായ തന്റെ പ്രിയ ഭർത്താവ് 18കാരിയായ ഉമയ്ക്ക് സമ്മാനിച്ച പൊന്നുമോന്റെ അമ്മ. എന്നാൽ ഉമാപ്രേമൻ എന്ന അമ്മ തന്റെ അമ്മയെ അകറ്റി നിർത്തുകയാണ് സ്വന്തം ജീവിതത്തിൽ നിന്നും. ഉള്ളം നീട്ടുന്ന ആ ഓർമ്മകളിൽ ഉമാപ്രേമൻ ചെറുപ്പത്തിൽ ഏകദേശം 9 വയസ്സിൽ എന്നെയും എൻ്റെ അനിയനെയും ഉപേക്ഷിച്ച് വേറെ ഒരാളുടെ കൂടെ പോയ അന്ന് ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഈ സ്ത്രീ ചെയ്ത തെറ്റിൻ്റെ പുറകെ ഒന്ന് ഉറക്കച്ചിരിച്ചാൽ അമ്മയെപ്പോലെയാണ് മോള്, അമ്മ പോയ പോലെ ചെയ്യും. ആരോടെങ്കിലും സംസാരിച്ചാൽ ഒരുപാട് ചെയ്യാത്ത ഒരു തെറ്റിന്, അതായത് ഞങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ട് ഞാനോ എൻ്റെ അച്ഛനോ എൻ്റെ അനിയനോ ചെയ്യാതെ ഈ സ്ത്രീ എൻ്റെ അമ്മ എന്ന് അവകാശപ്പെടുന്ന അവർ വേറെ ഒരാളുടെ കൂടെ ഈ 1978 ഇത് സംഭവിക്കുന്നത്. 1978 ഒക്ടോബർ 18 ഇവരിങ്ങനെ പോയ ദിവസം രാത്രി നാട്ടുകാർ മുഴുവൻ കൂടി ഞങ്ങൾക്ക് വേണ്ടി സഹതപിച്ചു. കരച്ചിൽ, ബഹളം, അങ്ങനെയൊന്നും 78 ആരും അങ്ങനെ ചെയ്യാത്ത കാലമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സ്ത്രീ ചെയ്തു എന്നുള്ളതുകൊണ്ട് ആ ദീപാവലിയുടെ അന്ന് തലേ ദിവസമാണ്. വെളുത്താൽ ദീപാവലിയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കൂടിയിരുന്ന് ഒരു വിഷമിക്കുക. പിറ്റേ ദിവസം തൊട്ട് സഹതാപത്തോടു കൂടി നോക്കുക. ക്ലാസ്സിൽ ഇവരുടെ അമ്മ ഓടിപ്പോയി വേറൊരാളുടെ കൂടെ. ആ സമയത്ത് ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ ചോദിക്കണമെന്നും എന്തൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഞങ്ങളെ കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെയും കൂടി കൊണ്ടുപോകാമായിരുന്നു. പല രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ വേണ്ടെങ്കിൽ ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടുപോയി ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. സമൂഹം നമുക്ക് വേണ്ടി വിഷമിക്കുന്നതൊക്കെ കണ്ടിട്ട് എല്ലാവരും അയ്യോ എന്ത് നല്ല കുട്ടികളാ, പാവം, അവരമ്മ വേറൊരാളുടെ കൂടെ പോയി, ഇട്ടെറിഞ്ഞു പോയി എന്നല്ല പറയുന്നത്. ഈ വാക്ക് അത് എനിക്കിന്നും ആ 8 വയസ്സിലുണ്ടായിരുന്ന വേദന ഈ 48 വയസ്സിലുണ്ട്. അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഒന്ന് പറഞ്ഞോട്ടെ, സഹജീവികൾക്കായി ജീവിതമൊഴിഞ്ഞുവെച്ച ഉമാപ്രേമനെ പോലുള്ള അനേകം മനുഷ്യരൂപം പൂണ്ട ദൈവങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. അവരെയാണ് നാം മാതൃകയാക്കേണ്ടത്. സ്ത്രീ സമത്വത്തിന്റെ പേരിലും ആർത്തവത്തിന്റെ പേരിലും യുദ്ധം പ്രഖ്യാപിക്കുന്ന പെൺജന്മങ്ങളെയല്ല. ഇതാണ് സ്ത്രീ, ഇവരാണ് സ്ത്രീ.